നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ഓർമ്മ വരുന്നത് ഈ ഒരു ഐക്കോണിക് സീനായിരിക്കും. പക്ഷെ ഇത്ര രസത്തോടു കൂടിയല്ല ഈ പടം അവർ ഷൂട്ട് ചെയ്തതും എഴുതിയതും ഒക്കെ. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ഒരു പടം നമുക്കൊരു പ്ലസന്റ് മെമ്മറി ആണെങ്കിലും അതിൽ പിറകിൽ വർക്ക് ചെയ്തവർക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമൊക്കെ ആയവർക്ക് അത്ര നല്ല പ്ലസന്റ് മെമ്മറി ആയിരുന്നില്ല. അതൊരു പ്രൊഡക്ഷൻ ഹെല്ലായിരുന്നു. ഏറ്റവും ഫസ്റ്റത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഈ കാണുന്ന നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സ്റ്റോറി വേറൊരു ടൈപ്പിലായിരുന്നു. ഇത് ശരിക്കും മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ ഇരുന്നൊരു സിനിമയേ അല്ല. ഈ കഥയുടെ ഒരു പ്രിമിറ്റീവ് ഫോം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം ഈ കഥ വേറൊരു ടൈപ്പിലായിരുന്നു. ഒരു രണ്ട് പിള്ളേർ ഇങ്ങനെ ട്രെയിനിൽ കയറുന്നു, അതുപോലെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു മർഡർ നടക്കുന്നു. അവർ രണ്ടുപേരും ആ ഒരു മർഡറിൽ അക്യൂസ്ഡ് ആവുന്നു. പക്ഷേ ലാസ്റ്റ് TTR ആണ് ഇതിൻ്റെ ഒരു പ്രതിന്ന് കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അത് നമ്മുടെ ഡെന്നിസ് ജോസഫ് സാറാണ് അത് രണ്ടുപേരെന്നുള്ളത് ഒരു ടീം ഓഫ് പിള്ളേരായിട്ടും കോട്ടയത്ത് നിന്ന് ഇങ്ങനെ കയറുന്ന അത്യാവശ്യം അലമ്പും കാര്യങ്ങളൊക്കെ ഉള്ള, കോട്ടയത്തെ ബാറിൽ നിന്ന് നേരെ ഒരു ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി ചെന്നൈയിലേക്ക് വണ്ടി കയറുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ആക്കിയത് ഇന്ന് ഈ കാണുന്ന ഒരു മദ്രാസ് മെയിൽ ആക്കിയത് നമ്മുടെ ഡെന്നിസ് ജോസഫ് സാറാണ്. അതാണ് സ്റ്റോറി റൈറ്ററും സ്ക്രിപ്റ്റ് റൈറ്ററും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഡെന്നിസ് ജോസഫ് സാറും ഡയറക്ടർ ജോഷിയും ഇത് പുതുമുഖങ്ങളെ വെച്ച് ഒരു 20s തോന്നിക്കുന്ന ആൾക്കാരെ, ചെറിയ പിള്ളേരെ വെച്ചിട്ട് ചെയ്യണം എന്നായിരുന്നു ആദ്യത്തെ ഒരു ഡിസ്കഷൻ. പക്ഷേ പിന്നെ ലാലേട്ടൻ അവിചാരിതമായിട്ട് ഓൺ ബോർഡ് വരികയും ഈ പടത്തിലത്തെ ക്യാരക്ടേഴ്സിൻ്റെ പ്രായം കുറച്ച് കൂട്ടുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തത്. ഇത് വലിയൊരു നൈറ്റ്മെയർ ആയത് നമ്മുടെ ഡെന്നിസ് ജോസഫ് സാറിന് തന്നെയാണ്. ഇത് ആ ഒരു നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന പടം തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഡിസോർഡർ ആയിട്ടാണ്. നമ്മുടെ ഫുൾ ബൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഷൂട്ടോ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. അതൊരു ന്യൂക്കമ്മർ ആണെങ്കിൽ, എനിക്ക് ബാക്കിയുള്ളവരുടെ പരിപാടികൾ എനിക്കറിയില്ല. പക്ഷേ ആ ടൈമിൽ ഡെന്നിസ് ജോസഫ് സാറ് നാളെ ഒരു പടം, ഈ ഒരു സീൻ ഷൂട്ട് ഉണ്ടെന്ന് വയ്ക്കുക, ഈ സീൻ ഇതാണ്, അപ്പോൾ ഇന്ന് തന്നെ എഴുതി തുടങ്ങണം. തലേദിവസം ഇരുന്ന് ഇങ്ങനെ എഴുതി അതും ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ സീനില്ല. അതായത് ആദ്യം തൊട്ട് ആദ്യത്തെ സീൻ, രണ്ടാമത്തെ സീൻ, ഇത് ചിലപ്പോൾ 35ാമത്തെ സീനാണ് അപ്പോൾ എഴുതേണ്ടത്. അപ്പോൾ ഈ സംഭവം കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഡെന്നിസ് ജോസഫ് സാർ ആ ടൈമിൽ അഥർവം എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു വർക്കിലും കൂടെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു സംഭവം കൂടെ നടക്കുന്നത്. പിന്നെ അന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ട്രെയിൻ വാടകയ്ക്ക് എടുത്താണ് ഇവർ ഷൂട്ട് ചെയ്തത്. അങ്ങോട്ടും റെയിലിക്കോടെ അങ്ങോട്ടും ഒക്കെ ഓടിച്ച്. ഇപ്പോൾ തന്നെ അറിയാം, നമ്മുടെ ട്രെയിൻ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് ട്രെയിനിൽ ഒരു ട്രാക്കിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ട്രെയിൻ നമ്മളുടെ ട്രെയിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രെയിൻ എന്ത് ചെയ്യും, അവിടെ പിടിച്ചിടും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ വളരെ പാടുപെട്ടിട്ടാണ് ട്രെയിൻ അവർ വാടകയ്ക്ക് എടുത്ത് ഷൂട്ട് ചെയ്തത്. പക്ഷേ വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നത് വേറൊരു സ്ഥലത്താണ്. ഇന്നും നമുക്ക് നമ്പർ 20 മദ്രാസ് മെയിൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എടുത്ത് വെച്ച് നോക്കിയാൽ രണ്ടും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഒരു നൊസ്റ്റാൾജിക് ഭയങ്കര സെറ്റപ്പ് പടം എന്നുള്ള ആ ഒരു സാധനം മൈൻഡിൽ നിർത്തി കളഞ്ഞിട്ട് ആ പടം ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് ഹാഫിൽ കുറേ സ്ഥലത്ത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ദഹിക്കാത്ത കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ ഒരു കണ്ടിന്യൂവേഷൻ ഫീൽ ചെയ്യുന്നില്ല പല സ്ഥലത്തും. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു അഭിപ്രായം അന്ന് പടം ഇറങ്ങിയപ്പോൾ പോലും പലരും ഡെന്നിസ് ജോസഫ് സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡെന്നിസ് ജോസഫ് സാറിന് വളരെ മെൻ്റൽ സ്ട്രെയിൻ കൊടുത്തൊരു സാധനമാണ് നമ്പർ 20 മദ്രാസ് മെയിലിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പുള്ളിയുടെ അന്നത്തെ ആ ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഈ പടത്തിന് വേണ്ടി തലേദിവസം ഇരുന്ന് എഴുതണം, അതും ഉറക്കം പോലും ഇല്ലാതൊക്കെ ഇരുന്നിട്ടാണ് പുള്ളി എഴുതുന്നത്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് പുള്ളി അറിയാതെ, ഡെന്നിസ് ജോസഫ് സാറ് അറിയാതെ ഡയറക്ടർ ജോഷി ഇതിൻ്റെ സെക്കൻഡ് ഹാഫും കാര്യങ്ങളൊക്കെ വേറെ കുറച്ച് റൈറ്റേഴ്സിനെ കൊണ്ടിരുത്തി ഒന്ന് തിരുത്തി പതുക്കെ വേറൊരു രീതിയിലാക്കി. എന്നിട്ടാണ് പുള്ളി പോയി ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഡെന്നിസ് ജോസഫ് സാറിന് അറിയായിരുന്നു. പക്ഷേ എന്നിട്ടും പുള്ളി കണ്ടതായിട്ട് ഭാവിച്ചില്ല. ചരിത്രത്തിലൂടെയൊക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ ഡെന്നിസ് ജോസഫ് സാർ പറയുന്നുണ്ട്, അത് പുള്ളിയുടെ സ്ക്രിപ്റ്റ് വേറൊരാൾ തിരുത്തുന്നതിൽ പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ ഒരാൾ ഇങ്ങനെ ചോദിക്കാതെ പുള്ളിയുടെ സ്ക്രിപ്റ്റ് തിരുത്തുക, അതും ജോഷി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അത്രയും അടുത്ത ആളായിട്ട് ഡെന്നിസ് ജോസഫ് സാർ കണ്ടൊരു മനുഷ്യനാണ്. അത്രയും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനൊരു ബിട്രയൽ ചെയ്യുമ്പോൾ അത് വളരെ ഒരു സങ്കടം പുള്ളിക്ക് അതിനുശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ജോഷിയുടെ ഒപ്പം പുള്ളി പടം ചെയ്യാതിരുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണെന്ന് പുള്ളി പറയുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്ക് ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെ പോയി കിട്ടി. നമ്മൾ പലർക്കും നമ്പർ 20 മദ്രാസ് മെയിൽ നിന്ന് കേൾക്കുമ്പോൾ വളരെ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സെലിബ്രേഷൻ പോലെയാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു കഥ അറിഞ്ഞതിന് ശേഷം, ഈ ചരിത്രത്തിലൂടെ കണ്ടതിന് ശേഷം, ഡെന്നിസ് ജോസഫ് സാറിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബ്രേക്കായിട്ടാണ് എനിക്കിത് തോന്നുന്നത്.
ഒരു വളരെ അടുത്ത് ആഗ്രഹിച്ചിരുന്ന, അത്രയും അടുത്ത് കണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊരു കാര്യം ചെയ്യുമ്പോൾ, അതും നമ്മുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആർക്കായാലും സങ്കടം വരും. അപ്പോൾ ഞാൻ നമ്പർ 20 മദ്രാസ് മെയിൽ നിന്ന് കേൾക്കുമ്പോൾ ഓൺ സ്ക്രീനിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിരുന്നെങ്കിലും ഓഫ് സ്ക്രീനിൽ മലയാള സിനിമയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ഐക്കൺസ് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എൻഡിങ് ആയിരുന്നു. എന്നിട്ടും ദിനേശ് ജോസഫ് സാറ് പറയുന്നുണ്ട് അതിനുശേഷവും പുള്ളി കുറേ നാളിന് ശേഷം ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്തെങ്കിലും പിന്നെ ആ ഒരു അടുത്ത ആൾ തന്നെ ആയിരുന്നെങ്കിലും പിന്നെ ആ ഒരു അതിന് മുമ്പുള്ളൊരു റാപ്പോ അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ദിനേശ് ജോസഫ് സാർ. ഈവൻ ജോഷി എന്ന് പറയുന്ന ഡയറക്ടറിനോട് എനിക്ക് ആ ഒരു റെസ്പെക്റ്റ് പോയതും ഈ ഒരു കഥയ്ക്ക് ശേഷമാണ്, ഈ ഒരു കഥ അറിഞ്ഞതിന് ശേഷമാണ്. നമുക്ക് പലർക്കും അറിയാം ബിട്രയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു കുത്തുന്ന്. ഒരു പെണ്ണിട്ടിട്ട് പോയാൽ വരെ നമ്മൾ സഹിക്കും, പക്ഷേ സ്വന്തം ഒരു അത്രയും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമ്മളോട് അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഇമോഷൻ എന്നും പലർക്കും അറിയായിരിക്കും. സോ ഈ കഥയുടെ ഒരു ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ ബിട്രയൽ കംസ് ഫ്രം ക്ലോസ് വൺസ്. സോ കീപ്പ് എൻ ഐ. ഓക്കെ.